ഹായ് നമസ്കാരം, ഞാൻ അഭിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അമീസ് വീഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ 7th ഡേ ആണെന്നും തോന്നുന്നു, മൂലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മൂലക്കളമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കാർഷിക സ്കൂൾ സെലിബ്രേഷൻ ആയിരുന്നു, ഓണ സെലിബ്രേഷൻ. പക്ഷേ അവർക്ക് കാര്യമായിട്ടൊന്നും സെലിബ്രേഷൻ എന്നുള്ള രീതിയിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വയനാട് ദുരന്തത്തിൻ്റെതാണെന്ന് തോന്നുന്നു. അവർക്ക് 12 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് കുറച്ച് എന്തൊക്കെയോ കുഞ്ഞ് ഗെയിംസ്, ബോള് അങ്ങോട്ട് പാസ് ചെയ്യുന്ന ഗെയിംസോ അങ്ങനെ എന്തൊക്കെയോ. കാശിക്ക് ബോൾ പാസ് ചെയ്യുന്ന ഗെയിംസിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ക്രയോൺസ് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് മിസ്. അപ്പോൾ ആ ഒരു 1-2 ഗെയിംസും പായസം കൊടുത്ത് അവരെ വിട്ട്. വലിയ പിള്ളേർക്ക് എന്തോ വടംവലി, പിന്നെ അതുപോലെ തന്നെ അപ്പങ്കടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഗെയിംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേഗം വിട്ടിട്ടുണ്ട്. 12 മണി വരെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവർ വേഗം വന്നു. അപ്പോൾ അവന് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റോ അങ്ങനെ വല്ലതും കൊടുത്തയച്ചാൽ മതിയായിരുന്നു. അത് കാരണം രാവിലെ എഴുന്നേറ്റ് അങ്ങ് അടുക്കളയിൽ കയറി ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ രാത്രിയും 2 പേരും ഉറങ്ങുമ്പോൾ, സാധാരണ കേശു നേരത്തെ ഉറങ്ങുന്നതാണ്. ഉറങ്ങിയാൽ അവൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും പാല് കുടിക്കാൻ. രാത്രി 10 തവണയെങ്കിലും എഴുന്നേറ്റ് അവൻ പാല് കുടിക്കും. പക്ഷേ മോള് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ എഴുന്നേക്കില്ല, ഉറങ്ങാൻ പക്ഷേ ലേറ്റാവും. അപ്പോൾ ഇന്നലെ 2 പേരും കൂടെ നല്ല കളിയായിരുന്നു. രാത്രി ഏകദേശം ഒരു 12:30-12:45 ഉറങ്ങുമ്പോൾ. ഉറങ്ങിക്കഴിഞ്ഞിട്ട് കേശു 2 മണി 3 മണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലാറം വെക്കുന്ന പോലെ എഴുന്നേറ്റ് പാല് കുടിക്കായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനിന്ന് അലാറം അടിഞ്ഞത് അറിഞ്ഞില്ല. 6 മണിക്കുള്ള അലാറം അടിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ 7:15 കാശിക്കിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഞാനൊരു അലാറം വെച്ചിട്ടുണ്ട്. ഞാൻ സമയം അറിഞ്ഞില്ലെങ്കിൽ വെച്ചിട്ട് 7:15 ഒരു അലാറം വെച്ചിട്ടുണ്ട്. അത് അടിയുമ്പോഴാണ് ഞാൻ വന്നിട്ട് അവനെ എഴുന്നേൽപ്പിക്കാം. അപ്പോൾ ആ അലാറം കേട്ടിട്ടാണ് ഇന്ന് എഴുന്നേറ്റത്. അപ്പം വേഗം ഞാൻ അവനെ എഴുന്നേൽപ്പിച്ച്, അവന് വേഗം കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ട് അവന് കുളിക്കാനുള്ള വെള്ളവും വെച്ചിട്ട് അവനെ എഴുന്നേൽപ്പിച്ച് അവന് റെഡിയാക്കി. അവന് രാവിലെ ചോക്കോസാണ് കൊടുത്തത്. 12 മണിയാകുമ്പോഴേക്ക് വരില്ല. അപ്പം തന്നെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുട്ടൊന്നും കഴിക്കില്ല. പിന്നെ കഞ്ഞിയാണ് രാവിലെ കുടിക്കുക. അപ്പം ഇന്ന് എഴുന്നേൽക്കാൻ ലേറ്റ് ആയത് കാരണം കഞ്ഞി അപ്പോഴത്തേക്ക് ആവൂലല്ലോ. 8:10 8:15 ആകുമ്പോഴേക്ക് ആവൂലല്ലോ. പക്ഷേ എന്താ, ചോക്കോസ് കൊടുത്തു. അവനെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ റെഡി ആവുന്നതിന് മുന്നേ ഞങ്ങൾ ഓട്ടോ വന്നു. അപ്പോൾ അവൻ പറഞ്ഞാൽ അവനെ പേരൻ്റ് ആക്കിയാൽ മതി, ഇന്ന് ഓട്ടോയിലല്ല ഇന്ന് അമ്മ കൊണ്ടാക്കി തന്നാണ്. അപ്പം ഞാൻ ഓട്ടോക്കാരനോട് എന്താ ഏട്ടാ ഞാൻ കൊണ്ടാക്കിക്കോളാം പൊയ്ക്കോളാം പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാൻ റെഡിയായി അവനെ കൊണ്ട് സ്കൂളിലാക്കി. പിന്നെ വന്നപ്പം ചേച്ചിയുടെ മൂക്ക് പനിയായിരുന്നു. അപ്പോൾ ചേച്ചി പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെടുത്ത്. പക്ഷെ മൂക്ക് പോകണം, സെലിബ്രേഷൻ ആയതുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ ആൾക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് മൂത്ത ആൾ പോകണത് കണ്ടപ്പോൾ അയാൾക്കും പോകണമെന്ന് പറഞ്ഞ് വാശിയായി. അങ്ങനെ പിന്നെ ചേച്ചി വിട്ടപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് സ്കൂളിൽ നിന്ന് വിളിക്കുന്നത്, വയറുവേദന എടുത്തിട്ട് കരച്ചില്ലാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാൻ പോയി കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ മുതൽ വയ്യാതെ കരച്ചിലായിരുന്നു. ഈ തലവേദനയും ചുമ അങ്ങനെ നിർത്താതെ വാ കൂട്ടാതെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പോയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പൂക്കളിടായിരുന്നത്. പൂക്കളം ഇട്ടു. പിന്നെന്താ പിള്ളേർ ഇപ്പോൾ ഉറങ്ങുകയാണ്. ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കാൻ വന്നത്. അമ്മയും ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വീട്ടിലേക്ക് പോയി. മോളോ ആവിയൊക്കെ പിടിപ്പിക്കണമെങ്കിൽ അവിടെ അമ്മ മെഡിസിനൊന്നും വിടില്ല. അപ്പോൾ ആവി പിടിക്കുന്ന മെഡിസിനൊക്കെ അവിടെയാണ്. ഇവിടെ ഇപ്പോൾ കുറച്ചായിട്ട് പിള്ളേർക്ക് എന്തോ, ഇനിയിപ്പോൾ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ വരും അറിയില്ല, ഇല്ലാത്തത് കാരണം മെഡിസിൻ ഇല്ല, തീർന്നിരിക്കുകയാണ്. ഇനി വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യണം. അപ്പം അങ്ങനെ അതുകൊണ്ട് അമ്മയും മക്കളും കൂടെ അങ്ങോട്ട് പോയി. ഞാൻ കശും മക്കളും ഉള്ളൂ. അപ്പോൾ അവർ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണികൾ തീർക്കാനുണ്ട്. മുറ്റൊക്കെ ഒന്ന് അടിച്ചിടണം. അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. ഇപ്പോൾ ചവല നന്നായിട്ട് വീഴുന്ന കാരണം 2 നേരം അടിക്കണം. പിന്നെന്താ, കുറച്ച് അലക്കാനുള്ളത് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അവർ നിൽക്കുമ്പോഴേക്കും അതൊന്ന് വിരിക്കണം. പിന്നെ കാശ് ഇട്ടുകൊണ്ട് പോയ മുണ്ട്, ഏട്ടൻ ഇന്നലെ സെലിബ്രേഷൻ എടുത്തമുണ്ട്, അതൊക്കെ ഒന്ന് അലക്കിടണം. അപ്പോൾ ഇവർ എഴുന്നേൽക്കുമ്പോഴേക്ക് വേഗം അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് ഇടയിലൊരു ഇൻട്രോ എടുക്കാൻ വന്നതാണ്. ഇന്നങ്ങനെ ലെങ്തി വീഡിയോ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ സംസാരിച്ച് ലെങ്തി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം പോയി നമ്മുടെ പൂക്കളം കണ്ടിട്ട് വരാം. ഇന്ന് മൂല ആയതുകൊണ്ട് തന്നെ മൂലക്കളാണ് കേട്ടോ. അത് ചതുരത്തിലുള്ള കളാണ് ഇട്ടത്. അങ്ങനെ ഇടണം എന്ന് അമ്മ പറഞ്ഞു, ഞാനിട്ടു. അത്രയേ ഉള്ളൂ. എല്ലായിടത്തും ഇനി വട്ടത്തിലാണോ ഇടുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ പ്രത്യേകതകളുണ്ടോ എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇടുന്നത്. എല്ലാ ദിവസവും ഞാനാണ് ഇടാറുണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ പൂവ് വാങ്ങിക്കാറില്ല. ഓണത്തിനൊന്ന് മാത്രമേ പൂവ് വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ വീട്ടിലുള്ള 2 ചെമ്പരത്തി എടുത്ത് വെച്ചിട്ട് പോകും, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. 8 മണി ആകുമ്പോഴേക്ക് ജോലിക്കാണെങ്കിലും സ്കൂളിലാണെങ്കിലും പോവുമായിരുന്നു. അപ്പോൾ പിന്നെ അത്ര പൂക്കളെ ഇടാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് പിന്നെ അരിഞ്ഞും പിടിച്ചിട്ടൊക്കെ ഇടുന്നത്, ഡെയിലി ഇടുന്നത്. എവിടെയും പോകാനൊന്നുമില്ലല്ലോ, നമുക്ക് വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ. പിന്നെ ഓണത്തിൻ്റെ അന്ന് വലിയ പൂക്കളിടായിരുന്നു വീട്ടിൽ. ഇവിടെയും വലിയ പൂക്കളിടും. രാവിലെ വെളുപ്പിന് നിന്നിട്ട് ഞാൻ തുടങ്ങും മല്ലിരുത്തം. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മുടെ മൂലപ്പൂക്കളൊന്ന് പോയിട്ട് കണ്ടിട്ട് വരിക. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ കണ്ടിട്ട് വേഗം പോയി കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാശിക്കുട്ടൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ 2 പേര് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. കാശി പോണതിന് മുന്നേ തന്നെ അപ്പോൾ അവന് മുടിയൊക്കെ ഇരി കൊടുത്തതാണ്. വീഡിയോ
എടുത്തു തുടങ്ങിയപ്പോഴാണ് മുടിയും, ഞാനൊരു തവണ ഈരിയതാണ്, പിന്നെയും മുഖത്തേക്ക് ഇരിക്കുന്ന കാണാം. അപ്പോൾ പിന്നെയും ചീർപ്പെടുത്ത ഒരു കൈ കൊണ്ട് ഈരിയതാണ്. അപ്പോൾ കുഞ്ഞി ഞാനൊരു പൊട്ടുകുത്തുന്ന റെഡിയായി, ഒരു പൊട്ടുകുത്തുന്നുണ്ട്. അപ്പോൾ അവൾക്കും പൊട്ട് വേണമെന്നാണ്. അപ്പോൾ അവൾക്കും തൊട്ടെടുത്ത്. അപ്പോൾ അവൾക്ക് മുടി ഇരണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ സമയമല്ല, അമ്മ വന്നിട്ട് കുളിപ്പിച്ചിട്ട് സുന്ദരിയാക്കി തരാമെന്നും പറഞ്ഞും കൊണ്ട് പോയതാണ്. അപ്പം അവൻ്റെ മുണ്ടും ഷർട്ടും ആയിരുന്നു അവന്. അപ്പോൾ ഇന്നലെ രാത്രി ഏട്ടൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് മുണ്ടും ഷർട്ടും. അപ്പോൾ ഞാൻ അവനെ വണ്ടിക്കാണ് കൊണ്ടാക്കുന്നത്. അപ്പോൾ സ്കൂളിലെത്തി ഇതാണ്ടേ അവനെ ചേച്ചിയും ആ ടൈമിൽ തന്നെയായിരുന്നു മക്കളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ 3 പേരും കൂടെ നിർത്തി ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തു. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം തിരിച്ചിട്ട് മോക്ക് ചേച്ചിയുടെ ചെറിയ ആൾക്ക് വയ്യാന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ടീച്ചേഴ്സ് ഓരോ ക്ലാസ്സിലെ പിള്ളേരെയും പൂക്കളത്തിൻ്റെ മുന്നിൽ നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരിയായിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇത്. ബോയ്സും ഗേൾസും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. മക്കളിങ്ങനെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. നല്ല രസമായിട്ടുണ്ടായിരുന്ന പട്ടുപാടി ബ്ലൗസ് ഓരോ തരത്തിൽ കാണാൻ വേണ്ടിയിട്ട് പൂവൊക്കെ ഓരോ സ്റ്റൈലിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും, നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല, അത്ര ഭംഗിയായിട്ടുണ്ടായിരുന്നു എല്ലാവരും. അങ്ങനെ പോയി മോളെ കൊണ്ടുവന്നു. അതിനുശേഷമാണ് നമ്മൾ പൂവിടാനിരുന്നത്. അപ്പോൾ ഏട്ടൻ കുറച്ചധികം പൂവ് ഉണ്ടായിരുന്നു. ഒന്ന് ഏട്ടൻ ഓഫീസിൽ നിന്ന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പൂവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് നമ്മളിന്ന് പൂക്കളത്തിൽ സെറ്റ് ചെയ്തത്. നമ്മളെ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ട്രൈപ്പോഡ് പൊട്ടിപ്പോയതുകൊണ്ടാണ് ഈ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പെയിൻ എടുക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇതാവുന്നത്. അപ്പം നമ്മുടെ പൂക്കളം നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം കുറച്ച് ദിവസമായിട്ട് ഓട്ടം പ്രതി തിരക്കും തന്നെയാണ്. സാധാരണ ഇത്ര ഓട്ടം ഉണ്ടാവാറില്ല. പിന്നെ അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് കാണിച്ചു കേട്ടോ. അവർ ഫുൾ ടോയ്സ് ഒക്കെ വലിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി എടുത്ത് വെക്കണം. രണ്ടിനും 2 ദിക്ക് കിടത്തിയത്, 2 ഒന്നിച്ചായി കിടക്കുന്നത്. 2 ഫാനൊക്കെ ഇട്ടിട്ട് ഈ റൂമിൽ കുറച്ച് ചൂട് കൂടുതലാണ്. അപ്പോൾ പിന്നെ ബനിയൻ ഇട്ടിട്ടില്ല, 2 ഉറങ്ങിപ്പോയി. അപ്പം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നാളെ 8-ാം ദിവസമായി. നാളെ എന്തേ മൂലം പൂരാടായി. നാളെ വെള്ളിയാഴ്ച, മറ്റന്നാൾ ഉത്രാടം, ശനി, ഞായറാഴ്ച തിരുവോണം. അമ്മീ കഴിഞ്ഞ് നമ്മുടെ ഓണം പൂക്കളൊക്കെ അല്ലേ. എത്ര പെട്ടെന്നാണ് 6-7 ദിവസം പോയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണം ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് നമ്മളെ വീഡിയോ കണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുക. അപ്പോൾ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നാളെ വീഡിയോ ആയിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറെ വല്ല തിരക്കാണെങ്കിൽ വീഡിയോ ലേറ്റ് ആവും. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ലിറ്റിൽ ഷെഫ് കോമ്പറ്റീഷൻ്റെ പറഞ്ഞില്ലല്ലോ ഇന്നലത്തത്. അവന് ഞാൻ കൊടുത്തയച്ച സാധനങ്ങളൊന്നും അവൻ യൂസ് ചെയ്യാതെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ചെയ്തു വെച്ചതെന്ന് എനിക്കറിയില്ല. റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ കഷ്ടപ്പെട്ട് അവനെ 2-3 ദിവസങ്ങൾ ചെയ്യിച്ച് ഒക്കെ കൊടുത്ത് അവനെ കൊണ്ട് തന്നെ ഫുൾ ചെയ്യിച്ചിട്ട് അവനൊന്നും ചെയ്യാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. പക്ഷെ എന്ത് ചെയ്യാനാ, കുഞ്ഞല്ലേ, 1-ാം ക്ലാസ്സിലെല്ലാം ആയുള്ളൂ, പറയാൻ പറ്റില്ല. അറിയില്ല, ഇനി റിസൾട്ട് വന്നിട്ടില്ല. 3 പേരാണ് ഫൈനലിലേക്ക് എടുത്തത്. അതിൽ ഇവൻ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കിട്ടട്ടെ അല്ലേ. കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. എന്താണെങ്കിലും എന്താ. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു, ബൈ, ടാറ്റാ.